ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നിക്കോ വില്യംസിന്റെ കാര്യത്തിൽ ഒരു വലിയ ട്വിസ്റ്റാണ് സംഭവിച്ചിട്ടുള്ളത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹം ബാഴ്സയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത്ലറ്റിക് ക്ലബ്ബുമായി അദ്ദേഹം ദീർഘകാലത്തേക്ക് കോൺട്രാക്റ്റ് പുതുക്കുകയായിരുന്നു. 2035 വരെയുള്ള പുതിയ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എൽ ചിരിങ്കിറ്റോയുടെ ഹൊസെ അൽവാരസ് എന്ന മാധ്യമ പ്രവർത്തകൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നിക്കോയുടെ കാര്യത്തിൽ തങ്ങൾ അപമാനിക്കപ്പെട്ടതായിക്കൊണ്ട് ബാഴ്സക്ക് ഇപ്പോൾ തോന്നിയെന്ന് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കോൺട്രാക്റ്റ് പുതുക്കുന്ന കാര്യം നിക്കോയുടെ ഏജന്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാമ്പോ FC ബാഴ്സലോണയെ അറിയിച്ചിരുന്നില്ല. കാര്യങ്ങൾ റിസോൾവ് ചെയ്യാൻ വേണ്ടി ഒരാഴ്ചത്തെ സമയം അദ്ദേഹത്തിന്റെ ഏജന്റ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് അവർ കോൺട്രാക്റ്റ് പുതുക്കുന്നത്. ബാഴ്സയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആദ്യം മുന്നോട്ട് വന്നത് നിക്കോ തന്നെയാണ്. പിന്നീട് ഇതേ നിക്കോ തന്നെ ഒന്നും അറിയിക്കാതെ കോൺട്രാക്റ്റ് പുതുക്കിയതിലൂടെ തങ്ങളെ അപമാനിക്കുകയാണ് അവിടെ ചെയ്തത് എന്നാണ് FC ബാഴ്സലോണ ഇതിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ താരത്തിന് വേണ്ടി ഒരിക്കലും ശ്രമിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം കൂടി ബാഴ്സലോണ എടുത്തു കഴിഞ്ഞു എന്നുകൂടി സ്പാനിഷ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എന്നേക്കുമായി നിക്കോയുടെ മുന്നിൽ ബാഴ്സയുടെ വാതിലുകൾ അടക്കുകയാണ് ഇപ്പോൾ ക്ലബ്ബ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ സമ്മറിലും നിക്കോ ബാഴ്സയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടു. പക്ഷേ നിക്കോ അപ്പോൾ കോൺട്രാക്റ്റ് പുതുക്കിക്കൊണ്ട് അവിടെ തുടരുകയായിരുന്നു. അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണയും നിക്കോ ബാഴ്സയിലേക്ക് വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത്. പിന്നീട് വീണ്ടും പറ്റിച്ചുകൊണ്ട് അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈ താരത്തെ ഇനി സ്വന്തമാക്കേണ്ടതില്ല, ഒരിക്കലും അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ FC ബാഴ്സലോണ കൈക്കൊണ്ടിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.